ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉമ്മറത്ത് ഡ്രസ്സൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ മാഷി പെട്ടെന്ന് ഓടിയിട്ട് മോളെ മോളെ എന്ന് വിളിക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, രഘുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സമാധാനത്തോടു കൂടി ചീരു അച്ഛാ ഞാൻ ഈ റൂമിലുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ കേട്ടോ. അങ്ങനെ അമ്പിളി നീ അത് തുറക്കുകയെന്ന് പറഞ്ഞ് അമ്പിളി ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു ഭാഗത്തോട്ട് വിനയനങ്ങ് നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രഘുവും അമ്പിളിയും കൂടി ആ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്ന ഉടൻ തന്നെ ചീരു തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛാ എനിക്ക് പേടിയാവുന്നു, അച്ഛാ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ തിരിച്ച് അമ്പിളി കാണുന്നത് വിനയനെ ആയിരിക്കും കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, ആ റൂമിൽ വിനയനെ കാണുന്ന അമ്പിളി എടാ നീ എന്താടാ ഞങ്ങളുടെ ചിരുവിനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കൈ ഉയർത്തി സംസാരിക്കുമ്പോഴേ രഘുവേട്ടാ എന്ന് പറയുമ്പോഴേക്കും രഘു അങ്ങ് തലങ്ങും വിലങ്ങും ഇട്ട് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ വിനയനായിട്ട് പൊതിരെ തല്ലുമ്പോൾ വിനയം പറയുന്നുണ്ട് എന്നെ അടിക്കല്ലേ, ഞാനൊന്ന് പറയുന്നത് കേൾക്ക് രഘുവേട്ടാ, നീ ഇന്ന് ഒരക്ഷരം മിണ്ടിപ്പോവരുത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇട്ട് അടിക്കണം കേട്ടോ. എന്നാൽ ഈ സമയം മാഷിനോട് മോളെ എന്താണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവൻ വന്നു അച്ഛ ആര് എന്ന് പറയുമ്പോൾ നന്ദു എന്ന് പറയണേട്ടോ. ഈ നന്ദുവിനെ കണ്ടത് മുതൽ ഈ വീട്ടിൽ പ്രശ്നങ്ങളാണല്ലോ എന്നെങ്ങനെ അമ്പിളി പറഞ്ഞ ഉടൻ തന്നെ അവിടെ ചീരുവിനോട് ചോദിക്കുക വിനയൻ എന്തെങ്കിലും നിന്നെ കാണിച്ചോ? അയാൾ എന്നെ ഒന്നും ചെയ്തില്ല, ഈ റൂമിനുള്ളിൽ ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്, അയാൾ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അച്ഛാ, ഈ നന്ദു എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിലും രഘു അടിച്ചും കൊണ്ടിരിക്കണം. അപ്പോഴേക്കും രഘുവിനോട് ഇങ്ങനെ വിനയം പറയുന്നുണ്ട് അടിക്കല്ലേ. അപ്പോഴേക്കും മാഷി മതി രഘു നിർത്തി എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ചീരു റൂമിൽ തന്നെ ഇരിക്കുന്നു. അപ്പോഴേക്കും അമ്പിളി ഓടി വരണ രഘുവേട്ടാ വിനയനെ അടിക്കല്ലേ എന്ന് പറയണേ. ഇവിടെ തന്നെ മാഷി പറയണ മോനെ നമുക്ക് തെറ്റുകൾ പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്താ അമ്മാവ എന്ന് ചോദിക്കുമ്പോൾ ഇവന് ആ മിഥുനെ കണ്ടതാണ് ഇത്ര, ഇവനാണ് ചിരുവിനെ രക്ഷിച്ചത് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്നറിയാതെ ആകെ സ്തംഭിച്ച് പോകണിട്ടാ വിനയൻ രഘു. അത്രയും അവനെ തല്ലിയല്ലോ ഒരു പാവം പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അമ്പിളി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ എനിക്ക് സാധനങ്ങൾ പറഞ്ഞയക്കാൻ വേണ്ടി ടൗണിലോട്ട് വിട്ടതാണ്, പക്ഷേ അതിനിടയ്ക്കാണ് ഇവനെ ഞാൻ കണ്ടത്. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് എൻ്റെ ചീരുവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വലിയ ഒരു അഭിമാനവും ഒരു മനസ്സിനൊരു സന്തോഷവും തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ചിരുവിനെയും കാണാൻ പറ്റിയല്ലോ, അവൻ നിമിത്തമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വിനയൻ്റെ ആ ദയനീയമായ വാക്കുകൾ കേൾക്കുമ്പോൾ അമ്പിളിയും മാഷും ഇല്ലാതായി പോകുന്നു കേട്ടോ. രഘുവിൻ്റെ കാര്യം പറയാനില്ല. അങ്ങനെ ഈ സമയം വിനയന് പെട്ടെന്ന് തൻ്റെ അമ്മയുടെ ഫോൺ അടിക്കണം. അതിനിടയ്ക്ക് വിനയൻ പറയുന്നുണ്ട് എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഫോൺ കിട്ടുകയാണെങ്കിൽ തിരികെ പോകായിരുന്നു. അപ്പോഴേക്കും രഘു പറയും നീ ഒറ്റയ്ക്ക് പോവല്ലേ, നീ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന, നീ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു, ഞാൻ കൊണ്ടുപോയി ഇടാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല രഘുവേട്ടാ, ഈ അടിയൊക്കെ എത്ര കിട്ടിയിരിക്കുന്നു, അതൊന്നും വിഷയമല്ല, എനിക്ക് എന്തായാലും ഞാൻ പോകട്ടെ, എൻ്റെ ഫോൺ എന്നൊക്കെ പറ്റുമെങ്കിൽ എടുത്ത് തരും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അവനുമായി മൽപ്പിടുത്തത്തിനിടയിൽ എൻ്റെ ഫോൺ തെറിച്ച് പോയതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘു പറയാണ് ഞാൻ കാര്യം അറിയാതെ അടിച്ചു വിനയനിയനോട് മാപ്പാക്കണേ, അതൊന്നും കുഴപ്പമില്ല രഘുവേട്ടാ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ വിനയൻ്റെ അമ്മയുടെ ഫോൺ വരുന്നത്. അങ്ങനെ വിനയൻ്റെ അമ്മയുടെ ഫോൺ വരുന്നത് കൊണ്ട് തന്നെ അമ്പിളി ഫോൺ എവിടെ കിടക്കുന്നതെന്ന് കാണുന്നു. ഉടൻ തന്നെ ഫോണ് വിനയനോട് എടുക്കാൻ മാഷ് പറയണം. അങ്ങനെ വിനയം ഫോൺ എടുക്കണം. അമ്മ ചോദിക്കുകയാണ് എവിടെ മോനെ, നീ എവിടെ, എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നത്, അത് ഞാൻ പഞ്ചരത്നത്തിലാണ്, നീ കള്ളം പറയാതെടാ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ല അമ്മ, ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയൊക്കെ കുളിർക്കെ കണ്ടു, ഞാൻ അവിടെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോഴേക്കും ലതിക പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, നീ വെറുതെ കള്ളം പറയാതെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നാൽ ഈ സമയം മാഷാണെങ്കിലും മോനെ സോറി, നിന്നോട് അബദ്ധം ചെയ്തിരിക്കുന്നു, തെറ്റ് പറ്റിയിരിക്കുന്നു, നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഈ സോറി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വിനയനെ അങ്ങ് ഇറങ്ങുന്നു കേട്ടോ. പിന്നീട് ശബരിയുടെ അടുത്തോട്ട് അനിത വരികയാണ്. അപ്പോൾ ശബരി ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്തിനാ ചേച്ചി ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങനെ ഓട്ടോക്കെ വിളിച്ച് വരുന്നത്, അത് പിന്നെ ദയയുടെ അടുത്തൊരു സ്ത്രീയുടെ ആവശ്യം ഉണ്ടാവില്ലേ, അതുകൊണ്ട് തന്നെ ശബരി നീ വീട്ടിലോട്ട് പോയിക്കോളും, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ ദയ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല, ദയ നമ്മളെ കാണുമ്പോഴും ദയ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയും നാൾ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്ക് ആരെയും പറ്റുന്നില്ല, അവളെ ഒരു ഭ്രാന്താസ്പത്രി കൊടുന്നിട്ടില്ലേ എന്ന ഒരു ബോധമാണ് അവളുടെ ഉള്ളിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിത പറയുകയാണ് നീ പറയുന്നത് ശരി തന്നെയാണ്, കാരണം മാഷ് പറയുന്നത് പോലെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു, അത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വന്നിരുന്നില്ല, അവൾക്ക് ഇങ്ങനെ ഒരു വേദനയും തോന്നിയിരുന്നില്ല, ഇപ്പം നിന്നെ പോലെ അവൾ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ എത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ല, അവളുടെ ആരോഗ്യസ്ഥിതി അങ്ങനെയാണ്, അവളെ ഒരു ഭ്രാന്തിയാക്കി എന്നൊരു തോന്നലാണ്, അത് ശരി തന്നെയല്ലേ, ഒരു കണക്കിന് ആലോചിച്ചാൽ നമ്മുടെ ദയയെ ഈ സിസ്റ്റർമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തെറ്റ് തന്നെയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് എൻ്റെ ദയയെ എനിക്ക് തിരികെ വേണം, ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണ്ട. അപ്പോൾ അത് കേൾക്കുന്ന അനിത പറയും നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയാലോ, അതാകുമ്പോൾ നമുക്ക്
നോക്കാം, കുഞ്ഞ് അവിടെ ഉണ്ടല്ലോ, വാസന്തി ചേച്ചിയുടെ അടുത്ത് കൊടുത്തല്ലേ പോന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അവളെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ശബരിയുടെ ഈ വാക്കുകൾ കേട്ട് അങ്ങോട്ടേക്ക് ഡോക്ടർ വരാണ് കേട്ടോ. എന്താ ഇന്ന് ചോദിക്കുമ്പോൾ പറയണം, അതെ ദയെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞ ഉടനെ ഡോക്ടർ പറയണം, ഇപ്പോഴത്തെ മാനസികാവസ്ഥ ദയെ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ദയ ഇവിടെ തന്നെ നിൽക്കട്ടെ, കാരണം ദയയുടെ മനസ്സ് അത്രയും പിടിവിട്ടു പോയിരിക്കുന്നു, അതുകൊണ്ട് ദയക്ക് ഒരു 10 ദിവസം അത്ര മതി, അത് കഴിഞ്ഞാൽ ദയയുടെ എല്ലാ അസുഖങ്ങളും മാറും, ദയ നിങ്ങൾക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക, ഈ പറയുന്ന ശബരിക്ക് എല്ലാം കിട്ടും. അപ്പോൾ ഉടൻ തന്നെ ആരും ഇവിടെ നിൽക്കേണ്ട, വിസിറ്റേഴ്സിനെ ഇവിടെ അനുവദിക്കലില്ല. പിന്നെ ശബരി ഒരു സമാധാനം തരാത്തത് കൊണ്ട് മാത്രം വിസിറ്റേഴ്സിനെ അനുവദിച്ചു എന്നുള്ളൂ, അതുകൊണ്ട് ശബരിക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. അപ്പോഴത്തേക്ക് കേട്ട ഉടൻ തന്നെ ശബരി പറയാണ്, ഇല്ല ഞാൻ എൻ്റെ ദയ ഇവിടെ ഒറ്റക്കാക്കി പോകില്ല, എന്ന് ദയ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നു അന്നേ ഞാൻ പോവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയണേ. ഇതേ സമയം അനിത പറയാണ്, ദയക്കുള്ള ഡ്രസ്സ് കൊടുത്തു, പക്ഷേ എനിക്കുള്ള ഡ്രസ്സ് കൊടുക്കുന്നില്ല ശബരി, ഞാൻ നാളെ വരാം, നാളെ ഓട്ടോ പിടിച്ച് വരാം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല വേണ്ട, കാരണം ചേച്ചി ഒരു പണി ചെയ്യ്, നമ്മുടെ ധനേട്ടൻ്റെ കൈകളിൽ കൊടുത്താൽ മതി, ധനേട്ടൻ കൊണ്ടുവന്നോളൂ. അത് കേൾക്കുന്ന അനിതക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുല് തെക്കോട്ട് വടക്കോട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സാവിത്രി വരിക, എന്താ മോനെ, അല്ല രാഹുലിനെ ഒരുപാട് തവണയായി ഞാൻ വിളിക്കുന്നു, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല, എത്രയെന്ന് വെച്ചാൽ വിളിക്കുന്നത്. അത് കേൾക്കുന്ന സാവിത്രി പറയുന്നത് ശരിയാണ്, ഇന്ദുമോളുടെ മനപ്രയാസമൊക്കെ കാണുമ്പോൾ സച്ചിയേട്ടന് പോലും പറ്റുന്നില്ല, എന്താ അവൻ ഇങ്ങനെ, എന്നാലും ഒരു കല്യാണമൊക്കെ ആയ ഇത്രയും ദിവസം ലീവ് കൊടുക്കാത്ത ഏതൊരു ഹോസ്പിറ്റലാണ് ഉള്ളത്, അവൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ തോന്നുന്നു, എന്നാലും ഞാൻ ഹോസ്പിറ്റലൊന്ന് വിളിച്ച് നോക്കട്ടെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനെന്ന് പറഞ്ഞ് ഗോകുൽ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മൃദുലയാണ് കാണിക്കുന്നത്. അങ്ങനെ മൃദുല, രാഹുൽ ഇനി പോവാൻ നോക്ക്, ഇനി എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇപ്പം തന്നെ വല്ലാതെ ലേറ്റായി, ഞാൻ ഇന്നത്തെ ദിവസം ശരിക്കും അവിടെ നിൽക്കേണ്ടതാണ്, അവർക്കൊരു സംശയം കൊടുക്കാതിരിക്കാൻ, ഈ സച്ചിയും ഗോകുലും കാണും പോലെ എന്നല്ല, രണ്ടാളും ചൂട് കൂടുതൽ സൈസുകളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടോ എന്നൊക്കെ പറയുമ്പോൾ, നീ ഒരു പണി ചെയ്യും, നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ, ഇപ്പോൾ അവളുടെ അടുത്തോട്ട് പോകണ്ട, അതാണ് നല്ലത്. അത് തന്നെയായിരിക്കും നല്ലത്, കാരണം ചോദ്യം പറിച്ചിൽ ഒരുപാട് കൂടും. അപ്പോഴാണ് മൃദുലയുടെ ഫോൺ അടിക്കുന്നത്. അങ്ങനെ മൃദുല ഫോൺ എടുക്കുകയാണ്. അപ്പോൾ തന്നെ നീ ഫോൺ എടുക്കല്ലേ മൃദു, കാരണം പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇല്ല ഇതാ പ്രശ്നമാവുന്ന കോളല്ല. അങ്ങനെ മൃദുല ഫോൺ എടുക്കുമ്പോൾ, ആ ശരി, ആണോ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ രാവിലെ ചോദിക്കുകയാണ്, ആരാണ്, അതെ നിന്നെ തിരക്കി അവിടെ ഏതൊരു സച്ചിയുടെ മകനെ അങ്ങനെ ആരോ വിളിച്ചിരുന്നു എന്ന് പറയുന്നു, എന്താ പേര്, ഗോകുൽ, ഈശ്വര അവൻ വിളിച്ചോ, അവൻ്റെ ബുദ്ധി എന്ന് പറയാതിരിക്കാൻ വയ്യ, അവന് ദേഷ്യവും വാശിയൊക്കെ കൂടിയ സൈസാണ്, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യും, നീ ഹോസ്പിറ്റലിലോട്ട് നിന്ന് വീട്ടിലോട്ട് അങ്ങ് പോയിക്കോ, അത്ര തന്നെ, അവൾക്ക് പിടിക്കാൻ കൊടുക്കരുത്, അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയാനേട്ടാ. പിന്നീട് ഹർഷയാണ് കാണിക്കുന്നത്. ഹർഷ അങ്ങനെ രവിയുടെ അരികിലോട്ട് വരികയാണ്. അപ്പോൾ കുടിക്കുന്ന രവിയാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ എന്തായി കാണിക്കുന്ന, ഊണും കഴിച്ച് കിടക്കുന്നത്, എൻ്റെ മാനസികാവസ്ഥ എപ്പോഴും ഇങ്ങനെയല്ലേ, അതുകൊണ്ട് നിങ്ങൾ വരുന്നില്ലേ, എന്താ ഹർഷേ എനിക്കിതൊന്നും പാടില്ല എന്നുണ്ടോ, അതൊക്കെ ഒന്ന് കുടിച്ച് മനസ്സ് സന്തോഷിക്കുന്നതിൽ എന്താ തെറ്റ്. അത് കേൾക്കുന്ന ഹർഷ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ മനസ്സിന് സന്തോഷിക്കേണ്ടതിനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ തുടരുകയാണെങ്കിൽ ഞാനുണ്ടല്ലോ, എൻ്റെ വയറ്റിലൊരു കുരുന്നുണ്ടെന്ന് ജീവിക്കണം, അതെന്താ ഇങ്ങനെ തുടർന്നാൽ നീ ആ കുഞ്ഞിനെ നശിപ്പിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത്. എന്താ ഹർഷേ, വേണ്ടി വന്നാൽ അത് ഞാനും ചെയ്യും, അത് വേണ്ടി വന്നാൽ ഞാൻ ചെയ്യുമെന്നൊക്കെ ഹർഷ പറയുമ്പോൾ, എന്താ ഹർഷ ഇങ്ങനെ സുബോധമില്ലാതെ സംസാരിക്കുന്നത്, നീ എന്താ ഈ പറയുന്നത്, നിന്റെ വാർഷികം വൈരാഗ്യത്തിനും വേണ്ടി ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞിനെ നീ കളയുന്നത്, അതൊന്നും ശരിയായ ഏർപ്പാടല്ല ഹർഷേ, അതൊക്കെ നീ തെറ്റാണ് ചെയ്യുന്നത്, പിന്നെ ഞാൻ എന്ത് വേണം, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് ഞാൻ നിൽക്കണം. അതെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതം നീയാണ് തിരഞ്ഞെടുക്കുന്നത്, നിന്റെ ഇഷ്ടത്തിന് ഇനി അവിടെ പോകുന്നു ഇവിടെ വരുന്നോ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല, അതുപോലെ എനിക്കുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ. ആഹാ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടോ, ഞാനിനെ അഴിച്ചു വിട്ടിരിക്കല്ലേ എന്ന് തിരിച്ച് ഹർഷയോട് പറയണേ. അപ്പോൾ ഉടൻ തന്നെ, ആഹാ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കുടിച്ചും കൂത്താടി നടക്കുകയാണെങ്കിൽ പിന്നെ ഈ ഹർഷയ്ക്ക് വേറൊന്നും നോക്കാനില്ല, നിങ്ങൾക്ക് വിലങ്ങിടും, അത് ചെയ്യേണ്ട പരിപാടിയൊക്കെ എനിക്കറിയാം, അതെന്താ നീ പറഞ്ഞു വരുന്നത്, ഗൾഫ് രാജ്യത്ത് നിന്ന് ഞാൻ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം നീ തട്ടിയെടുക്കും എന്നൊക്കെയാണോ ചോദിക്കുമ്പോൾ, അത് വേണ്ടി വന്നാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹർഷ അങ്ങ് പോകുമ്പോൾ രവിയാണെങ്കിൽ, നിൻ്റെ മനസ്സിലിപ്പം അറിയാൻ വേണ്ടി തന്നെയാടി ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിലെത്തുമ്പോൾ നീ എന്നെ തട്ടിക്കളയുന്ന എനിക്ക് നന്നായി അറിയാം, അത് ചെയ്തതാണല്ലോ, അതുകൊണ്ട് അതറിയാൻ ഒന്നും കൂടി പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചെടുത്ത ആ സമ്പാദ്യത്തിൽ നിൻ്റെ കണ്ണുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായി എന്നൊക്കെ ഇങ്ങനെ രവി സ്വയം നിന്ന് പറയുന്നു കേട്ടോ. ഇതേസമയം അമ്പിളിയും രഘുവും തമ്മിൽ സംസാരിക്കുകയാണ്. അമ്പിളി പറയുക, കുറ്റബോധം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും കഴിയുന്നില്ല, അഭിനയൻ പാവം അവനെ അടിച്ചത് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല, നീ എന്തായി പറയുന്നത്, എനിക്ക് തന്നെ എൻ്റെ കൈ വിറക്കുന്നു, പാവം ചെയ്തു, ഇത്രയും പാവം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രവി ചോദിക്കുന്നുണ്ട്, ചിരുവിൻ്റെ അഭിപ്രായം എന്താ, അവളുടെ മനസ്സിൽ വിനയൻ എന്ന കഥാപാത്രത്തെ തന്നെ അവൾ വെട്ടിയിരിക്കുന്നു, എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കുന്നില്ല, രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവനെ ഒരിക്കലും കൂടെ നിർത്താൻ അവൾ തയ്യാറല്ലെന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേസമയം
രഘു പറയണം അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ് അമ്പിളി. കാരണം വിനയനും അവളുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് അവർ തമ്മിൽ ഒരുമിച്ചില്ല. അതുപോലെ ഇതും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മുടെ അച്ഛന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് പറയാനിട്ടാ. പിന്നീട് ലംബോദരനും ലതികയും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമല്ലേക്കും വലിയ വിഷമം. അപ്പോഴാണ് വിനയം വരുന്നത്. അപ്പോൾ വിനയൻ അയ്യോ വേദന ആവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എടാ നിനക്ക് നല്ല തല്ല് കിട്ടിയില്ലേ, നീ എന്തിനാടാ അവരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ, അവർക്ക് അവരുടെ കാര്യം വന്നപ്പോൾ അവർ കണ്ടില്ല അവരുടെ സ്വഭാവം തനി സ്വരൂപം കാണിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അമ്മ രഘുവേട്ടനെ മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുന്നത്. ചീരുവിൻ്റെ കരച്ചിൽ കണ്ട ആരും പതറിപ്പോവും. അത്രയും പേടിയോട് കൂടിയിട്ടാണ് ചീരു കരഞ്ഞത്. ആ കരച്ചിൽ കണ്ട ആരും അടിച്ചു പോകും, അത്രയും ഉണ്ടായുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നീ ഇത്രയൊക്കെ വന്നിട്ടും ചിരുവിനെ കുറ്റപ്പെടുത്താത്ത എന്താടാ വിനയ, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അവളെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, അവൾക്ക് വേണ്ടി തല്ല് ഞാൻ വാങ്ങിയെന്ന് കരുതി ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കും, അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മയോട് പ്ലേറ്റ് എടുത്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ അമ്മ കിച്ചണിലോട്ട് പോകുമ്പോൾ അമ്മക്ക് നിർത്താത്ത ചുമയാണ് കേട്ടോ. അപ്പോൾ വിനയൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മാവാ അമ്മക്ക് ചുമയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, നിൻ്റെ അമ്മ അതിന് വിളിച്ചാൽ വന്നെങ്കിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഈ സമയം അനുപമയും മഞ്ചാടിയാണ് കാണിക്കുന്നത്. അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും എനിക്ക് വലിയ ലെവലിലെത്തണം എന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കേൾക്കുന്ന അനുഭവം പറയണം അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ്, നീ പഠിച്ച് നല്ലൊരു ജോലിക്കാരി ആവണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പേടി അതല്ല, ഇപ്പോൾ ഗോകുലിനോടും ഈ പറയുന്ന സച്ചിയോടും അച്ഛൻ എന്തൊക്കെയോ ഒരു സോഫ്റ്റ് അത് കാണുന്നുണ്ട്, അതാണ് എൻ്റെ പേടി. അത് കേട്ട ഉടൻ തന്നെ അതിനെന്തിനാ നീ പേടിക്കുന്നത്, അല്ല ആ ജീവരാജ് ഉണ്ടല്ലോ അവനെ പോലെ ഒരു റാങ്ക് ടോപ്പർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനെന്താ നീ പഠിച്ചാൽ നിനക്കത് കിട്ടും. അത് കേട്ട ഉടൻ തന്നെ അങ്ങനെയല്ല, ഈ ജീവരാജിനെ അച്ഛൻ അംഗീകരിച്ചു, അച്ഛൻ അയാളുടെ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു, അയാൾ ഇനി കോളേജ് പഠനം തുടങ്ങും, ജീവരാജിനെ പോലെ ഉയർന്ന സ്ഥാനത്തോടു കൂടി ഞാൻ എത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ അവൻ്റെ കേസ് പിൻവലിക്കാൻ എത്ര വല്ലാതെ ധൃതിപ്പെടുന്നത്. അത് കേട്ട ഉടൻ തന്നെ ഒരു പഠിച്ച് നല്ല ലെവലിലേക്ക് എത്തിയ ആളെ രക്ഷപ്പെടുത്തില്ല എന്താ തെറ്റ്, അതിന് സച്ചി സമ്മതിക്കുന്നത് തോന്നുന്നില്ല. കാരണം സച്ചിയുടെ മകനെ അല്ലേ അവിടെ ഇട്ടിരിക്കുന്നത്, സച്ചി സാറിൻ്റെ ഗോകുൽ ഒരുപാട് ദിവസം അഴിയെണ്ണതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ജീവരാജ് വഴിയെണ്ണിയതല്ലേ. എടി നീ ഒന്ന് ഓർത്തെടി, നിന്നെയാണ് അവൻ ഇരയാക്കിയിരിക്കുന്നത്, അത് നീ മറക്കണ്ട, അല്ലാതെ ഈ പറയുന്ന ഗോകുലിനെയല്ല. അത് നീ ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും നിൻ്റെ വാക്കുകൾ വല്ലാതെ അതിരി കിടക്കുന്നു, അവനോട് നിനക്ക് എന്തിനാ എത്ര ഇത്, തെറ്റ് ചെയ്തവൻ അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുന്നത് ഇന്ദ്രൻ കേട്ടുവരികയാണ്. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്, തെറ്റ് ചെയ്യേണ്ടവൻ അനുഭവിക്കുകയൊക്കെ വേണമെന്നൊക്കെ പറയാൻ, അതുമാത്രം എന്താ ഇവിടെ ഉണ്ടായത്. ഒന്നുമില്ല ഇന്ദ്രേട്ടാ, ഇവൾ ആ ജീവരാജിൻ്റെ കേസ് ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതിന് സച്ചി എതിരാണെന്ന് പറയുമ്പോൾ ഇവളത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുക്കാൻ, അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുക്കുന്നത് നല്ലതാണ്, വിനയൻ്റെ ജോലിക്കും തീരുമാനമാവും, അതുകൊണ്ട് അത് ഒഴിവാക്കി കൊടുത്താൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി എന്ന് മഞ്ചേരി പറയുകയാണ്. അപ്പോൾ തന്നെ അനുഭവം പറയണേ എന്തായാലും സംസാരിച്ച് നിന്ന് നേരം വഴിക്കണ്ട, ഇന്ന് കോളേജിലോട്ട് ഇവൾക്ക് പോകണം. അപ്പോൾ ഇന്ദ്രേട്ടൻ ഇവളെ തൽക്കാലം കൊണ്ടേ വിട്, കാരണം ഇവൾ കുറച്ച് ദിവസം ഇവിടുത്തെ റൂട്ടൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഉടൻ തന്നെ മഞ്ചാടി പറയുന്നത് ബസ് സ്റ്റോപ്പിൽ വിട്ടാലും മതി, അതിനൊന്നും ആവശ്യമില്ല, നീ എൻ്റെ കൂടെ പോന്നേക്കെന്ന് പറഞ്ഞിട്ട് അവരകത്തോട്ട് പോകുമ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ അവളും ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുപം പറയാണ് പാലുണ്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട്, കുഞ്ഞ് കൊണ്ടുവന്നാൽ കുഞ്ഞിനെ കൊടുക്കണം എന്നൊക്കെ അവർ പറയുന്നു കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു സംസാരങ്ങളാണ് കേട്ടോ പിന്നീട് നടക്കുന്നത്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ സാവിത്രി വന്നിട്ട് പറയണേ ആ ഗോകുൽ ഇതുവരെ വന്നില്ല, നമ്മുടെ ഇന്ദു ആണെങ്കിൽ വലിയ ടെൻഷനിലാണ്, അവളുടെ മനോവിഷമം കാണുമ്പോൾ വലിയ വിഷമമുണ്ട്, എന്നാലും രാവിലെ വരെ അവനക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തായാലും എനിക്ക് അത്ര വിശ്വസിക്കാനൊന്നും കഴിയില്ല, ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദു കയറി വരുന്നത്. അമ്മയെ ഞാൻ പോവുകയാണ് രാഹുലേട്ടൻ്റെ വീട്ടിലോട്ട്. അതെന്താടി നീ രാഹുൽ വരാതെയും കണ്ട് നീ രാഹുലേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നത്, രാഹുൽ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഞാൻ ഫോണിലോട്ട് അടിച്ചിട്ട് അയാൾ ഫോൺ എടുത്തില്ല, പക്ഷെ അയാളുടെ അമ്മയാണ് എന്നോട് പറഞ്ഞത് അവിടെ കിടന്നുറങ്ങുകയാണെന്ന്. അതെന്ത് മര്യാദയാണ്, ഇവിടെ നിന്ന് പോയ ആൾ നീ ഇവിടെ കൊടുന്നാക്കിയിട്ട് പിന്നെ നിന്നെ എടുക്കാൻ വരേണ്ട ഉത്തരവാദിത്തം അയാൾക്കില്ലല്ലോ. അതൊന്നല്ല അമ്മേ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. ഒരു കണക്കിന് അയാളെ സംബന്ധിച്ച് അയാളെ തെറ്റി പറയാൻ പറ്റില്ല, നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല, കാരണം അവസാന നിമിഷം എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ ജീവൻ രക്ഷിച്ച ഒരാളല്ല, അതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഗോകുലിന് ദേഷ്യം പിടിക്കുകയാണ്. എന്തായാലും ഒരു ഓട്ടോ വിളിക്കേട്ടാ, ഓട്ടോയിൽ ഞാൻ പോയിക്കോളാം. അത് കേൾക്കുന്ന ഗോകുൽ പറയണേ എന്താടി നീ ഇങ്ങനെ സംസാരിക്കുന്നത്, നിൻ്റെ ഏട്ടനായ ഞാനില്ലേ ഇവിടെ, ഞാനുള്ളപ്പോൾ നിൻ്റെ കല്യാണം നിന്നെ അവിടെ കൊണ്ടുവിടുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതൊന്നും വേണ്ട ഏട്ടാ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. അത് കേട്ട ഉടൻ തന്നെ ഇന്ദു വല്ലാതെ അതിരി കിടക്കല്ലേ, ഞാനവിടെ കൊണ്ടുവിടും, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, അവനെ ഒന്ന് വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീലയുടെ അടുത്തോട്ട് ഭാനുമ്മ വന്നിരിക്കുകയാണ്. അങ്ങനെ ഭാനുമ്മ പറയണേ സുശീലയെ എന്തായാലും നീ
അനുപമയോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിയല്ല. ഞാനെന്ത് ചെയ്തു? അവരിതേപോലെ മുമ്പൊരു വാടക വീട്ടിൽ താമസിച്ചിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അതെനിക്ക് നന്നായി അറിയാം. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നിറവയറോട് കൂടിയ ഒരു പെണ്ണിനെ നീ ഇറക്കി വിട്ട കഥകളൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങൾ പറഞ്ഞാൽ എനിക്കെന്താ കുഴപ്പമെന്ന് സുശീല പറയാണ്. അത് കേട്ടോടെ തന്നെ ഭാനുമ അവിടെ മിണ്ടാതിരിക്കണേ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും നിനക്ക് നിൻ്റെ മകനും മരുമകളും താമസിക്കുന്ന വാടക വീട് കാണണ്ടേ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ പ്രതിഭ കയറി വരുന്നത്. അങ്ങനെ ഭാനുമക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ സുശീലക്ക് കൊടുക്കുമ്പോൾ, എടി ഇതിൽ കറക്റ്റ് മധുരമല്ലേ? കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇല്ലല്ലോ? ഇല്ല, കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇല്ല. കൂടിയിട്ടും കുറയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു വില കൊടുക്കാതെ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി ഒരു പുച്ഛത്തോടു കൂടി പ്രതിഭ അങ്ങ് പോകുമ്പോൾ അവിടെ ഭാനുമ പറയണേ, നിനക്ക് അവരുടെ വീട് കാണണ്ടേ? നീ എൻ്റെ കൂടെ വരണോ? ഞാനങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറില്ല. കാരണം വലിഞ്ഞു കയറിക്കഴിഞ്ഞാൽ ചോദ്യവും പറച്ചിലൊക്കെ കൂടും. അതുകൊണ്ട് വലിഞ്ഞു കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊരു കാരണമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവനിങ്ങനെ വാടക വീട്ടിൽ പൈസ കൊടുത്തിട്ടേ അവനിങ്ങനെ അതിനൊക്കെ അവന് പൈസ ഉണ്ട്. എന്നാൽ ഇവിടെ സച്ചിയെ ഞാൻ വെല്ലുവിളിച്ചാണ് വന്നിരിക്കുന്നത് 2 ലക്ഷത്തിൻ്റെ കാര്യം. അവൻ ആദ്യം ഒരു തീരുമാനമാക്കട്ടെ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.